തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകി വൈഷ്ണ സുരേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരം മുട്ടട ഡിവിഷനിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച വൈഷ്ണ സുരേഷ്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് വൈഷ്ണ അറിഞ്ഞത്. പിന്നാലെ ഹൈക്കോടതിയെ സമീപിച്ചാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയത്. ഒടുവിൽ LDFനെ തറ പറ്റിച്ച് വൻ വിജയവും വൈഷ്ണ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ തന്റെ പേരിൽ വ്യാജ പ്രചരണം നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് വൈഷ്ണ. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വൈഷ്ണ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നെയോ തെരഞ്ഞെടുപ്പ് സമയത്തോ അതിനുശേഷമോ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യപ്പെടുകയോ അവരെ ഉപയോഗിച്ച് പ്രചരണം നടത്തുകയോ ചെയ്യേണ്ട ആവശ്യകത എനിക്കോ എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കോ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട എന്ന എൻ്റെ വാർഡിലെ എനിക്കറിയാവുന്ന എൻ്റെ നാട്ടുകാരിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ കേരളം മുഴുവൻ കാണുന്ന സോഷ്യൽ മീഡിയ പേജിലൂടെയുള്ള പ്രചരണത്തിൻ്റെ ആവശ്യമില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് കിട്ടിയ വാർത്താ പ്രാധാന്യവും മുട്ടട വാർഡ് ചർച്ചയാവുകയും ചെയ്തതോടെ കോൺഗ്രസ് അനുകൂല പേജുകളിലും മറ്റും നിഷ്പക്ഷ പേജിലൂടെയും പിന്തുണയർപ്പിച്ചും സ്ഥാനാർത്ഥിത്വവും തുടർ സംഭവങ്ങളും ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെട്ടത് കാണുന്നുണ്ടായിരുന്നു. പ്രതിസന്ധി സമയത്ത് ഹൃദയത്തോട് ചേർത്ത് നിർത്തി പിന്തുണച്ചവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പലതവണയായി പല ഫേസ്ബുക്ക് പേജുകളിൽ കൂടിയും ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളും എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നത് നിരവധി സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയും അനവധി ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പോസ്റ്റ് എഴുതുന്നത്. ഞാൻ ഇനി സിനിമയിലേക്ക് എന്നാണ് ചില സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാർട്ടികളുടെ പ്രകടനത്തെ പറ്റിയുള്ള വിശകലനമാണ് മറ്റൊരു വിഷയം. BJP പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തെയും വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. മുട്ടടയിൽ ഉൾപ്പെടെ LDF മുന്നണിക്ക് കേരളത്തിലുണ്ടായ വലിയ തിരിച്ചടിയെപ്പറ്റി ഇനി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. എന്നാൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനമില്ലാത്ത എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയപ്പെടുന്നതിൽ നിന്നും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇനി UDFന്റെ കാലം തന്നെയാണ്. എൻ്റെ മുഖം വെച്ച് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് പ്രചരിക്കപ്പെടുന്ന ദുഷ്പ്രചരണങ്ങളെയും കള്ളപ്രചരണങ്ങളെയും കാപട്യം കൈമുതലാക്കിയവരെയും പൊതുജനം തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേരിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനുമായി ബന്ധമില്ലാത്ത വാർത്തകളിൽ വേണ്ട നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകാനാണ് തീരുമാനം.